ഒരൊറ്റ ദിവസം കൊണ്ട് ഒന്നല്ല രണ്ടല്ല 3 സാധാരണക്കാർക്ക് ആശ്വാസമായ ബില്ലുകൾക്ക് അനുമതി നൽകാൻ ഒരു മന്ത്രിസഭയ്ക്ക് സാധിക്കും എന്ന് തെളിയിച്ചിരിക്കുകയാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ. ആദ്യത്തേത് കേരള ഏക കിടപ്പാടം സംരക്ഷണ ബില്ലാണ്. തങ്ങളുടെ നിയന്ത്രണത്തിലല്ലാത്ത കാരണത്താൽ തിരിച്ചടവ് മുടങ്ങിയെന്ന് നിർദ്ദിഷ്ട സമിതികൾ കണ്ടെത്തിയ കേസുകളിൽ വ്യക്തികളുടെ ഏക പാർപ്പിടം നഷ്ടപ്പെടുമെന്ന അവസ്ഥ വരുമ്പോൾ പാർപ്പിടാവകാശം സംരക്ഷിക്കുന്ന ബില്ലാണിത്. പ്രതിവർഷം 3 ലക്ഷം രൂപയിൽ താഴെ വരുമാനമുള്ളവർക്കും ആകെ വായ്പാ തുക 5 ലക്ഷം രൂപയും പിഴയും പിഴപ്പലിശയും അടക്കം 10 ലക്ഷം രൂപയും കവിയാത്ത കേസുകൾക്കുമാണ് ഉപാധികളോടെ ഈ ബില്ലിലൂടെ നിയമപരിരക്ഷ ലഭിക്കുക. അതായത് ഇനി സാധാരണക്കാരന്റെ കിടപ്പാടത്തിന് ഈ ബിൽ പാസ്സാകുന്നതോടെ സർക്കാർ സംരക്ഷണം തന്നെ ലഭിക്കുമെന്ന കാര്യം ഉറപ്പായിരിക്കുക. രണ്ടാമത്തേത് വന്യജീവി സംരക്ഷണ ഭേദഗതി ബില്ലാണ്. മലയോര ജനതയുടെ കണ്ണുനീർ തുടയ്ക്കുന്ന ബില്ലാണിതെന്ന് നിസ്സംശയം പറയും. ജനങ്ങളുടെ ജീവന് ഭീഷണിയാകുന്ന വിധം ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന ആക്രമകാരികളായ വന്യമൃഗങ്ങളെ കൊല്ലാൻ അനുമതി നൽകുന്ന വന്യജീവി സംരക്ഷണ ഭേദഗതി കരട് ബില്ലിന് മന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചിരിക്കുകയാണ്. കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യുന്നതിനായുള്ള ബില്ലാണിത്. ഇന്ത്യയിൽ ആദ്യമായാണ് ഒരു സംസ്ഥാനം കേന്ദ്ര നിയമത്തിൽ ഇത്തരമൊരു ഭേദഗതി കൊണ്ടുവരുന്നത്. മൂന്നാമത്തേത് 1961 കേരള വനം നിയമം ഭേദഗതി ചെയ്യുന്നതിനായുള്ള കേരള വനം ഭേദഗതി ബില്ലാണ്. ഇതും മലയോര കർഷകർക്കുള്ള ഒരു സർക്കാർ സമ്മാനമാണെന്ന് പറയാം. സ്വകാര്യ ഭൂമിയിലെ ചന്ദനമരങ്ങൾ വനം വകുപ്പ് മുഖേന മുറിച്ച് വിൽപ്പന നടത്തി അതിന്റെ വില കർഷകന് ലഭ്യമാക്കുന്നതിനുള്ള വ്യവസ്ഥയാണ് ബില്ലിലുള്ളത്. മലയോര കർഷകർ കാത്തിരുന്ന ഒരു നിയമ ഭേദഗതിക്കാണ് ഇതിലൂടെ ഇടതുപക്ഷ മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുന്നത്. ഈ വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ ഈ 3 ബില്ലുകളും അവതരിപ്പിച്ച് പാസാക്കാനാണ് ഇടതുപക്ഷ സർക്കാരിന്റെ തീരുമാനം. ഇതൊക്കെ കൊണ്ടാണ് പറയുന്നത് ഇടതുപക്ഷമാണ് യഥാർത്ഥ ഹൃദയപക്ഷമെന്ന്.